അപ്പോൾ നമുക്ക് നേരെ ഇനി അമേരിക്കയിലേക്ക് പോയാലോ സ്മിത? അതെ, മധു കൊട്ടാരക്കര തയ്യാറായിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചക്കകം വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഗസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിൽ ജോർദൻ രാജാവ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന നിർദ്ദേശം മയപ്പെടുത്താതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുകയാണ്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പം മധു, ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം അത് ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഗസ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അവിടെയുള്ള പലസ്തീനികൾ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണം? ഒപ്പം തന്നെ ഇപ്പോൾ ജോർദാൻ രാജാവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. അതിലും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഈ നെതന്യാഹുവിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചക്കകം വിട്ടയച്ചിരിക്കണമെന്നാണ് നെതന്യാഹു ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. വിട്ടയച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ കരാറൊക്കെ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായിട്ടൊക്കെ ആരോപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന ഒരു ബന്ദി കൈമാറ്റം ഉണ്ടായിരുന്നു. അത് ഹമാസ് നീട്ടിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും അതുപോലെ ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ വിട്ടയച്ചിരിക്കണമെന്ന ഹമാസിനുള്ള ഭീഷണി ഇന്നലെ ട്രംപ് നടത്തിയത് ഇന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. എന്നാൽ വ്യക്തിപരമായി അവർ അത് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അമേരിക്ക വെച്ചിരിക്കുന്ന എല്ലാ ബെറ്റുകളും അവസാനിപ്പിക്കും, ബന്ദികളെ എല്ലാം വിട്ടയക്കണമെന്നാണോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയക്കാമെന്ന് പറഞ്ഞ ആ 3 പേരുടെ കാര്യമാണോ നെതന്യാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ല. നേരത്തെ ഈ പ്രവിത പറഞ്ഞ ഈ ഗസ അമേരിക്ക ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ നിലപാട് മയപ്പെടുത്തുവാൻ ഡൊണാൾഡ് ട്രംപ് ഇന്നും തയ്യാറായിട്ടില്ല. ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനോടൊപ്പം ട്രംപ് തന്റെ വിശ്വസ്തനായിട്ടുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അടുത്ത് ഇരുത്തിയാണ് ഇത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഗസ മനോഹരമായ ഒരു തീരദേശമാക്കും എന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂലം നശിച്ച ഗസ വൃത്തിയാക്കി ഒരു റിസോർട്ടാക്കി മാറ്റാനുള്ള ഈ ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് എന്നാൽ അബ്ദുള്ളയോട് ഈ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ അടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം അബ്ദുള്ള രാജാവ് കൃത്യമായിട്ട് ഇതിനൊരു ഉത്തരം നൽകാതെ മാറുകയായിരുന്നു. എന്നാൽ പിന്നീട് സമൂഹ മാധ്യമത്തിൽ ഗസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയിറക്കാതെയുള്ള പുനർനിർമ്മാണമാണ് അറബ് ലോകം ആഗ്രഹിക്കുന്നതെന്നും അതിനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും അബ്ദുള്ള രാജാവ് വ്യക്തമാക്കുകയും ഉണ്ടായി. സ്മിത, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. മധു പറഞ്ഞതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും. പശ്ചിമേഷ്യ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ സംഘർഷങ്ങളൊക്കെ അവസാനിച്ചൊന്ന് സമാധാനമായി വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള അശാന്തി വീണ്ടും വരുന്നോ എന്നുള്ള ആശങ്ക. അതെ, പ്രത്യേകിച്ച് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചക്കകം വിട്ടയക്കണമെന്നുള്ളതാണ് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശനിയാഴ്ച വിട്ടയക്കില്ല, നീട്ടിവെക്കും. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താകും വരും ദിവസങ്ങളിൽ? വളരെ നിർണായകമാണത്. കാരണം പശ്ചിമേഷ്യ ഇനിയും അശാന്തമാകാൻ പാടില്ല. ഇപ്പോൾ സമയം 6:40. ഇപ്പം നന്നായി നേരം എടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആലുവ ശിവരാത്രി മണൽപ്പുറത്തിന് അടുത്താണ്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് കുറേ പേര് നമ്മളുടെ ഷോയിലേക്ക് വരുന്നുണ്ട്. കാരണം ഹരിതവനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു ഹരിതവനമുണ്ട്. നടക്കാനും പ്രകൃതി സൗന്ദര്യമൊക്കെ ആയിട്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ അതുള്ളത്. അത് പരിചയപ്പെടുത്താം. പക്ഷേ അതിനു മുമ്പ് ഒരു ബർത്ത്ഡേ ഉണ്ട്. നമ്മൾ സാധാരണ പിറന്നാൾ ആശംസകൾ പറയാറുണ്ട്. പക്ഷെ ഇന്നൊരു സർപ്രൈസാണ്. നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ഫാദറിൻ്റെ പിറന്നാളാണ്, ജന്മദിനമാണ്. താജ് ഖാൻ അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതപ്പോ ഹാഷ്മിജാന്റെ അത്തച്ചിക്ക് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ അത്തച്ചി. എനിക്ക് തോന്നുന്നു ഹാഷ്മിജാന്റെ ഒരു സർപ്രൈസ് കൊടുക്കാനിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ക്യാമറ ഒന്ന് പതുക്കെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിരാവിലെ തന്നെ. നമ്മളൊക്കെ വിചാരിക്കും നേരം പുലർന്നു വരുന്നേ ഉള്ളൂ.
ഉറങ്ങി എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളൂ എന്നാ, പക്ഷെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. ആലുവ ശിവരാത്രി മണൽപ്പുറത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഈ കോണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഇവരിലേക്കൊക്കെ ഒന്ന് പോവാം അല്ലേ പ്രവിത? ഇവരെ ഒന്ന് കാണിക്കണ്ടേ? ഇവര് നല്ല രസമുണ്ട്, എല്ലാവരും നല്ല റെഡ് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചോദിച്ചു തുടങ്ങാം. അതെ, ഹലോ, പേരെന്താണ്? എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞങ്ങൾ ഇവിടെ ഒരു റണ്ണിങ് ക്ലബ്ബ് ഉണ്ട്, ടീം പെരിയാർ അഡ്വഞ്ചേഴ്സ്. ആക്ച്വലി ഞങ്ങൾ റണ്ണിങ്, സൈക്ലിംഗ്, കയാക്കിംഗ്, പിന്നെ ട്രക്കിംഗ്, അങ്ങനെ വേരിയസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഡെയിലി ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട് റണ്ണിങ്ങിനെല്ലാം. എല്ലാ മെമ്പേഴ്സും ഉണ്ട് ഇവിടെ? എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 200+ ഞങ്ങൾക്ക് മെമ്പേഴ്സ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. സ്ത്രീകളുണ്ട്, ഓഫ് കോഴ്സ്. അവരെല്ലാം നല്ല. രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് മെമ്പർ അലക്സ്, ആളൊരു ആളാണ് ഏറ്റവും ആദ്യം വരുന്നത്. ആള് ഒരു 5:45 ഇവിടെ വരും. 5:45 വന്ന് ആളൊരു ഒരു 6 to 7 കിലോമീറ്റർ ആള് നടക്കും. കൂട്ടത്തിൽ ഞങ്ങളെല്ലാം ജോയിൻ ചെയ്യും. ഞങ്ങളൊരു മോസ്റ്റ്ലി ഒരു 5 കിലോമീറ്റർ മിക്കവാറും എല്ലാവരും ഓടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം കോമ്പറ്റീറ്റ്. അല്ല, ഓട്ടോ നടത്തും, സൈക്ലിംഗ് ഒക്കെ മനസ്സിലായി. ട്രക്കിംഗ് എങ്ങനെയാണ് നിങ്ങൾ? ഞങ്ങള് ഒരു 6 month അല്ലെങ്കിൽ 1 yearൽ മൂന്നാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലോട്ടെല്ലാം ഞങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ഒരു ട്രക്കിംഗ് അറേഞ്ച് ചെയ്യും. സംഗീത, ഷീബ, ജയശ്രീ. അപ്പൊ നിങ്ങളെല്ലാവരും ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങും? ഏർലി മോർണിംഗ് ഇറങ്ങും. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ 5 കിലോമീറ്റേഴ്സ് നടക്കും. സൈക്ലിംഗ് ഓരോ ദിവസം ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മൺഡേ സൈക്ലിംഗ് ആണെങ്കിൽ സൈക്ലിങ്ങിന് പോകും. അപ്പോൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും, ആർക്കൊക്കെ പറ്റുന്ന പോകും. എല്ലാവരും പോകും. അടിപൊളിയല്ലേ? നല്ല നാളായിട്ടുണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പില്? ഞാൻ അടുത്ത കാലത്ത് വന്നു തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ എപ്പോഴും വരും. ജയശ്രീ. നല്ല രസമുണ്ടല്ലേ? സന്തോഷ്, ഇതാണോ സന്തോഷ്? നമ്മൾ ഇങ്ങോട്ട് വന്നത് സന്തോഷ്. അപ്പൊ പറയൂ, നിങ്ങൾ ഈ ഹരിതവനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? അതെ, ഇവിടെ ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ് ആണ് ശരിക്കും ഈ ഹരിതവനം. പുഴയുടെ സൈഡിലുള്ള ഒരു വനം. ഞങ്ങളുടെ ഇതിലുള്ള അകത്തൂടുള്ള ഞങ്ങൾ ചെറിയൊരു സൈക്ലിംഗ് ട്രെയിലുണ്ട്, അതുപോലെ തന്നെ ഒരു വാക്കിംഗ് ട്രെയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിടയ്ക്ക് ഇവൻറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്. ഈ ഇവരിൽ ഡെയിലി ഞങ്ങളുടെ ഉള്ള ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ വനത്തിലാണ് നടക്കുന്നത്. അടിപൊളി. നമ്മുടെ ഈ മോർണിംഗ് വാക്കിന്റെ ടാഗ് ലൈൻ തന്നെ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. അപ്പോൾ ഇവരത് ചെയ്യുന്നുണ്ട്. ഇവരെ കാണാൻ എൻ്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ ഇവിടെ. ചേട്ടനുണ്ട് ഇതില്. അതെനിക്ക് അറിയില്ലായിരുന്നു. വെല്ലുമേട മോനായത്. പിഞ്ചേട്ടൻ മിലിറ്ററിയിലായിരുന്നു. ഇപ്പൊ നല്ല ഹെൽത്ത് ഒക്കെ ഓക്കെ ആക്കാൻ ഇത് നന്നായിട്ട് ഫലം ചെയ്യും. ഇല്ല, ഹെൽത്ത് ഓൾറെഡി ഞങ്ങൾ മെയിൻ്റെനൻസ്. അതറിയാലോ. താങ്ക് യു. അപ്പൊ അങ്ങനെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പൊ ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. സൈക്ലിംഗ്, വാക്കിംഗ്, ട്രക്കിംഗ് എല്ലാം പോകേണ്ടത്. നമ്മുടെ ഹരിതവനത്തിലേക്കുള്ള വഴിയൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ ഒരുപാട് ഇതിലെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊരു നേച്ചർ റണ്ണ്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ മീൻ ടൈം ഞങ്ങളുടെ ഒരു വെറ്ററൻ റണ്ണർ പേര് പോളെന്നാണ്, പ്രായമുള്ളവരോട് പോളേട്ടാന്ന് വിളിക്കുന്നത്. പോളേട്ടനാ പേരിട്ടേന്ന്. അങ്ങനെയല്ല, ലാലേട്ടനാണ്. ആ പോളേട്ടൻ, ഓട്ടക്കാട് ലാലേട്ടൻ എന്നൊക്കെയാണ് ജനം പറഞ്ഞത്. ഇവര് പറഞ്ഞു ഞാൻ ലാട്ടനും കൂടി അഭിപ്രായമുണ്ട്. ചെയ്തേക്കുന്ന ഒരാളാണ് മിസ്റ്റർ സജീഷ്. ഇവിടെ പുള്ളി റണ്ണിങ്, സൈക്ലിങ്, സ്വിമ്മിങ് ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോഴാണ് ട്രയത്ലോൺ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അതിന്റെ വലുത് ചെയ്യുമ്പോൾ അയൺമാൻ എന്ന് വിളിക്കും. അടിപൊളി, നല്ല രസമുണ്ട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോണം. നമ്മള് ഏപ്രിലില് സ്വിമ്മത്തോൺ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഐ തിങ്ക് യു ഷുഡ് ആസ്ക് സന്തോഷ്. അത് സന്തോഷം ഒന്ന് പെട്ടെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ സ്വിമ്മത്തോൺ ആണ് നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നത്. അപ്പോൾ ഈ വർഷം ഏപ്രിൽ 12-13 നമ്മുടെ ആലുവ പുഴയിലാണ്. ഇന്ത്യയിലും പുറത്തുമായിട്ട് ഏകദേശം കഴിഞ്ഞ 610 പേരുണ്ട്. ഇതവണ 1000 പേര് പങ്കെടുക്കുന്ന വലിയൊരു ഇവന്റ് ആണ്. എല്ലാവിധ ആശംസകളും. അതെ, കൊള്ളാം. താങ്ക് യു. ഇവരുടെ കൂടെ വെക്കുമ്പോൾ നമുക്കും കുറച്ചും കൂടെ പവറായി, ഊർജം കൂടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഡൽഹിയിലേക്കാണ് അല്ലെ. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളുണ്ട്. അതോടൊപ്പം തന്നെ ആദായ നികുതി നിയമ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിലുണ്ട്. ആ വാർത്തയിലേക്ക് ആദ്യം പോകാം. ധനമന്ത്രി നിർമ്മല സീതാരാമനാകും ബില്ല് അവതരിപ്പിക്കുക. നിലവിലുള്ള ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള ഭേദഗതികൾ ഉൾപ്പെടുന്നതാണ് ഈ ബില്ല്. ബജറ്റ് സമ്മേളനത്തിനിടെ ധനമന്ത്രി പ്രഖ്യാപിച്ച ബില്ലിന് കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. അതേസമയം ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. ചർച്ചകൾക്ക് രാജ്യസഭയിൽ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി നൽകുകയും ചെയ്യും. ഇപ്പോൾ ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള BJPയുടെ ചർച്ചകൾ ഇങ്ങനെ തിരക്കിട്ട് പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. BJP MLA മാർ ശിഖ റായ്, സതീഷ് ഉപാധ്യായ,
അർവിന്ദർ സിംഗ് ലവ്ലി, കപിൽ മിശ്ര, രേഖ ഗുപ്ത, വിജേന്ദർ ഗുപ്ത തുടങ്ങിയ 10 MLA-മാരാണ് പാർലമെന്റിൽ എത്തി JP നദ്ദയെ കണ്ടത്. 10 പേരുമായും BJP അധ്യക്ഷൻ പ്രത്യേകം ചർച്ച നടത്തി. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. അതേസമയം വിദേശ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷമേ പുതിയ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റാണ്. നമ്മൾ കമന്റ് ബോക്സിലേക്ക് ഒരുപാട് പോയില്ല, ഓടിയൊന്ന് പോയാ അല്ലെ. അത്യാവശ്യം കുറച്ച് കമന്റ്സ്, ഒരുപാട് കമന്റ്സ് ഇന്ന് രാവിലെ തുടങ്ങി പ്രേക്ഷകർ അയക്കുന്നുണ്ട്. 24-ലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് സജീവ് വീട്ടി പറയുന്നു. ശ്രീരാജ്, പിന്നെ ചിലര് പാട്ടുകൾ അയക്കുന്നവരുണ്ട്. പ്രവിത സ്മിത ഗുഡ് മോർണിംഗ്. കുവൈറ്റ് സമയം 4:15. പ്രജിനെവിടെ? പ്രജിനെ മിസ് ചെയ്യുന്നു. ഹാഷ്മിയുടെ അത്തച്ചിക്ക് പിറന്നാൾ ആശംസകൾ. അങ്ങനെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്, നല്ല നല്ല മെസ്സേജസ് ഉണ്ട്. പ്രവിക്കുട്ടി ഇന്ന് ഹാഷ്മിയുടെ വാപ്പച്ചിക്കായി ഒരു ബർത്ത്ഡേ ഗാനം പാടൂ എന്ന് റീന സതീശൻ പറയുന്നു. ആലോചിക്കാവുന്ന കാര്യമാണ്. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മറുമരങ്ങൾ. പെട്ടെന്ന് പുഴ കണ്ടു. എന്ത് രസമല്ലേ. ശരിക്കും ഇന്നലെ ഇന്നും ഗ്രാമത്തിലേക്ക് വരുന്ന പോലെയാണല്ലോ. നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷം. അപ്പോഴൊക്കെ പ്രവിത നല്ല പാട്ടുകൾ പെട്ടെന്ന് തന്നെ പാടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും നമ്മുടെ ഗ്രാമങ്ങൾ നമ്മളെ അങ്ങനെ കലാകാരന്മാരുടെ ഉള്ളിലെ കലയൊക്കെ ഉണർത്തും എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് ഇനി പോകേണ്ടത് ഒരു വാർത്തയിലേക്കാണ്. അതത്ര സന്തോഷമുള്ള വാർത്തയല്ല, ഉപ്പളയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. സുഹൃത്തിന്റെ വെട്ടിട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. പയ്യന്നൂർ സ്വദേശി സുരേഷാണ് മരിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ സവാദാണ് സുരേഷിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയുള്ള ഉപ്പള ടൗണിലായിരുന്നു സംഭവം. ഗുരുതരമായി പരുക്കേറ്റ സുരേഷിനെ നാട്ടുകാർ ആദ്യം ഉപ്പളയിലെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും പിന്നീട് മംഗലൂരുവിലെ ആശുപത്രിയിലും എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണം. ഈ സവാദ് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. മറ്റൊരു തീപിടുത്തത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിൽ ഉണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കുറ്റ്യാടി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ തെക്കേ വയനാട് വനമേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വനഭൂമിയിലെ കരിയില കൂട്ടങ്ങൾക്ക് തീ പിടിച്ചു. കാറ്റിൽ തീ മറ്റിടങ്ങളിലേക്ക് പടരുകയുമായിരുന്നു. 4 ഏക്കറിലധികം ഭൂമിയിൽ തീ പടർന്നു. അടിക്കാടുകൾ പൂർണ്ണമായി കത്തി നശിച്ചു. വിലങ്ങാട് സെക്ഷൻ ഫോറസ്റ്റ് ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന് രാത്രി വൈകി തീ കെടുത്തി. സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്. പാലോട് കാർ കത്തി മരിച്ച പുരുഷോത്തമന്റെ പോസ്റ്റ്മോർട്ടം എന്ന് നടക്കും. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ പാർക്ക് ചെയ്ത കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭാര്യയുമായി കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഗൾഫിലായിരുന്ന പുരുഷോത്തമൻ പാലോട് ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്നപ്പോഴേ ഇവിടെ കുറേ പേരുണ്ടായിരുന്നില്ലേ, ഇപ്പൊ അവരെ കാണുന്നില്ല. അപ്പം അവരെല്ലാവരും ആ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. നഗരത്തിനുള്ളിൽ തന്നെയുള്ള ഹരിതവനം ഇതിന്റെ പുറകിലുണ്ട്. അതിന്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പതുക്കെ നമുക്ക് ആ വനത്തിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. പക്ഷെ ഒരു വാർത്ത കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട് അല്ലെ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. പ്രതിയായ സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ തുടങ്ങുന്നത്. കേസിന്റെ നാൾ വഴികൾ നോക്കാം. പോലീസ് 2023 മെയ് 10 രാവിലെ 4:40 പൂയപ്പള്ളി പോലീസിന്റെ അകമ്പടിയിൽ ചികിത്സക്കായി എത്തിയ കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി സന്ദീപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. കൃത്യം നടന്ന സ്ഥലത്തുനിന്ന് പ്രതി സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾക്കകം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ വന്ദനയുടെ മരണം സ്ഥിരീകരിച്ചു. മെയ് 11 ഡോക്ടറുടെ കൊലപാതകത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു. എഫ്ഐആറിലടക്കം ഗുരുതര പിഴ വന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ വ്യാപക പ്രതിഷേധം. മെയ് 12 കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുന്നതുൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷ കടുപ്പിക്കുന്ന ഓർഡിനൻസിന് മെയ് 17 മന്ത്രിസഭ അംഗീകാരം നൽകി. ഡോക്ടർക്കും ജഡ്ജിക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പെരുമാറ്റച്ചട്ടം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് മെയ് 24 ഹൈക്കോടതിയുടെ നിർദ്ദേശം. പിന്നാലെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട്
ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ ജൂലൈ 1 ഹൈക്കോടതിയിൽ ഹർജി നൽകി. സന്ദീപിന്റെ ജാമ്യ ഹർജി കൊല്ലം സെഷൻസ് കോടതി ജൂലൈ 27 തള്ളി. ഒക്ടോബർ 1 ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചത്. മരണാനന്തര ബഹുമതിയായി ഡോക്ടർ വന്ദനാദാസിന് MBBS ബിരുദം നൽകാൻ കേരള ആരോഗ്യ സർവകലാശാല ഓഗസ്റ്റ് 2 തീരുമാനമെടുത്തു. ഓഗസ്റ്റ് 5 അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ സർവീസിൽ നിന്ന് പുറത്താക്കി. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്ന ബില്ലിന് ഗവർണർ സെപ്റ്റംബർ 18 അംഗീകാരം നൽകി. 2024 ഫെബ്രുവരി 6 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാതാപിതാക്കളുടെ ഹർജിയും പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും ഹൈക്കോടതി തള്ളി. പ്രതിയുടെ മാനസിക നിലയിൽ തകരാറില്ല എന്നാണ് കോടതിക്ക് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടങ്ങുന്നത്. 131 സാക്ഷികളുള്ള കേസിൽ ആദ്യത്തെ 50 സാക്ഷികളുടെ സാക്ഷി വിസ്താരമാണ് ഇന്ന് ആരംഭിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയിൽ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് ഡോക്ടർ വന്ദനാദാസ്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇനി കോടതിയിൽ സംഭവിക്കുക എന്നുള്ളതാണ്. കേരളം ഉറ്റുനോക്കുന്ന വാർത്ത തന്നെയാണത്. ആ വാർത്തയുടെ തുടർ വാർത്തയാണ് ഇന്നിപ്പോൾ വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹരിതവനത്തിലാണ് അല്ലെ. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ എന്ന് അയ്യപ്പ പണിക്കർ ചോദിച്ച കാട് ഇവിടെയുണ്ട്. കാട് ഈ നഗരത്തില് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇങ്ങനെയും നമുക്ക് വനം സംരക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തിൻ്റെ തൊട്ടടുത്തുള്ള ഹരിതവനം. അങ്ങോട്ട് ഇങ്ങനെ എല്ലാവരും കയറിപ്പോയി കഴിഞ്ഞു. അതിലൂടെ വാക്ക് വേ ഉണ്ട്. അവർ നന്നായിട്ട്, പക്ഷേ കാട് നന്നായി സൂക്ഷിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ നന്നായി തന്നെ. നിറയെ കിളികളുണ്ട്, മരങ്ങളുണ്ട്. മനോഹരമായ കാടിന് തൊട്ട് മുന്നിൽ കാട്ടിലേക്കുള്ള എൻട്രൻസ് ആണിത്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ പ്രേത? വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അങ്ങനെ നമ്മുടെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ മറ്റൊരു വാർത്തയുടെ കൂടി വിവരങ്ങളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതാണ് വിവരം. MG പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ കാർ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിച്ചത്? തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആണോ നടന്നത്? കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടിയോട് പിന്നീട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത്? സ്മിത, ഇന്നലെ രാത്രി 7 മണിയോടെയാണ് മംഗലപുരം സ്വദേശിയായ ആഷിഖിനെ, 10ാം ക്ലാസ്സുകാരനാണ്, ഈ 4 അംഗ സംഘം വീട്ടിൽ കയറി ബലമായി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഈ ആറ്റിങ്ങൽ ഭാഗത്ത് വെച്ച ഈ ആഷിഖിനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ആ സമയത്ത് 2 പേരാണ് കസ്റ്റഡിയിലായിരുന്നത്. ഇതിൽ ഇപ്പോൾ 4 അംഗ സംഘത്തിലെ മുഴുവൻ പേരെയും പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ശ്രീജിത്ത്, അഭിരാജ്, അഭിറാം, അശ്വിൻ ദേവൻ എന്നീ 4 പേരാണ് നിലവിൽ മംഗലപുരം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കാരണം ഈ നേരത്തെയും സമാനമായ രീതിയിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം ഈ തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിയും ഒപ്പം ഈ പ്രതികളും തമ്മിൽ സുഹൃത്തുക്കളാണ്, നേരത്തെ മുൻപരിചയമുള്ളവരാണ് എന്നതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ഈ അറസ്റ്റിലായ പ്രതികളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റേതെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതിനു മുമ്പ് ബൈക്കിൽ ബലമായി ആഷിഖിനെ ഈ സംഘം പിടിച്ചു കയറ്റിക്കൊണ്ട് പോയത്. അന്ന് ഇത്തരത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതിനു ശേഷം ഈ പോലീസിൽ ബന്ധുക്കൾ രേഖാമൂലം പരാതി ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെ ഇന്നലെ വീണ്ടും വീട്ടിൽ കയറി ഈ ആഷിഖിനെ തട്ടിക്കൊണ്ട് പോയതോടുകൂടിയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതിയും ഒപ്പം വിശദമായി പരിശോധിച്ച് പ്രതികളെ ചോദ്യം ചെയ്ത് വരികയാണ് പോലീസ്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്മിത, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അതെ, മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പ്രസവ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിനി ഹർഷന വീണ്ടും സമരത്തിലേക്ക്. കേസിൽ സർക്കാർ അലംഭാവം തുടരുന്നുവെന്ന് ആരോപിച്ച് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഇന്ന് നടക്കുന്ന സത്യഗ്രഹ സമരം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സമരം. PV അൻവറും സമരവേദിയിലെത്തും. നമ്മളിപ്പോ നിൽക്കുന്നത് ഈ വനത്തിനുള്ളിലാണ്. നല്ല കിളികളുടെ ശബ്ദമുണ്ട് അല്ലേ, നല്ല രസമുണ്ട്. പിന്നെ തൊട്ടടുത്ത് പുഴയുണ്ട് കേട്ടോ, പെരിയാറാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പ്രവിത, നമ്മൾ ഈ നിൽക്കുന്ന അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ആ സിനിമ ഉണ്ടല്ലോ, 1000 പാദസരങ്ങൾ കിലുങ്ങി, ആ പാട്ടൊക്കെയുള്ള ആ സിനിമ നദി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഷൂട്ട് ചെയ്തതൊക്കെ ഇവിടെ. അതിൻ്റെ വിവരങ്ങളൊക്കെ വയലാറിൻ്റെയൊക്കെ അനുഭവങ്ങളിലൊക്കെ അപ്പുറത്ത് അവിടെ താമസിക്കുന്നു പാലസിൻ്റെ അവിടെ, എന്നിട്ട് അവിടെ നിന്നിട്ടാണ് എഴുതിയതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഇവിടെ ഇരുന്ന് ആരും എഴുതിപ്പോവും, കവിതയൊക്കെ ചൊല്ലിപ്പോവും, പാട്ട് പാടിപ്പോവും. അത്ര മനോഹരമായ പ്രകൃതിയാണ്. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാൻ തോന്നുന്നു അല്ലേ? തൊഴിൽ പീഡനമെന്ന പരാതി നൽകിയ കയർ ബോർഡ് ജീവനക്കാരിയായിരുന്ന ജോളി മധുവിന്റെ സംസ്കാരം എന്നാണ്. രാവിലെ 11 മണിക്ക് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറാന പള്ളിയിലാണ് സംസ്കാരം. സെറിബ്രൽ ഹെമറേജ് ബാധിച്ച ചികിത്സയിലായിരുന്ന ജോളി മധു തിങ്കളാഴ്ചയാണ് മരിച്ചത്. കയർ ബോർഡിലെ തൊഴിൽ പീഡനമാണ് ജോളിയെ മരണത്തിലേക്ക് നയിച്ചതെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കയർ ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഈ കുടുംബം പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇതിലെ അങ്ങനെ ഒരു നടപ്പാതയുണ്ട്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതെ. ഈ നടപ്പാതയിലൂടെയാണ് അവര് നടന്നങ്ങോട്ട് പോയത്. അപ്പൊ അവര് സൈക്കിളൊക്കെ കൊണ്ടാ പോയിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലേക്ക്. പക്ഷെ പ്രകൃതിയെ നോവിക്കാതെ വേണം, മരങ്ങളെയും പ്രകൃതിയൊക്കെ നോവിക്കാതെ വേണം പോകാനെന്നുള്ളത് ഒരു റൂളാണ്. അത് അവർ കൃത്യമായി പാലിക്കുന്നത് കൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് ഈ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് യാത്രകളൊക്കെ നടത്തുന്നത്. നല്ല പേരറിയാത്ത ഒരുപാട് കിളികളുടെ ജീവികളുടെയൊക്കെ ശബ്ദം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടല്ലേ പ്രവേദ? പെരിയാറെ പെരിയാറെ എന്നുള്ള പാട്ട് ഓർമ്മ വരുന്നു എന്ന് അഭിഷ പറയുന്നുണ്ട്. അപ്പം തന്നെ എന്റെ പൊന്നു മക്കളെ, എവിടെ വല്ല പുലിയും കാണും വനത്തിൽ നിന്ന് സീൻ PK പറയുന്നു. ഇവിടെ പുലി എന്തായാലും ഇല്ല ഇവിടെ, കാരണം ഇത് ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് ഒരു പശു ഇതിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അതെ അതെ, ഒരു പശു പാവം നമ്മൾ പേടിച്ചു, പക്ഷെ പശു നമ്മളെ കണ്ടു പേടിച്ചിട്ട് വേഗം സൈഡിൽ കൂടെ പോയി. അങ്ങനെ പ്രേക്ഷകരുടെ കമന്റ്സ്, രസകരമായിട്ടുള്ള കമന്റ്സ്, ഇങ്ങനെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കമന്റ്സ് ഉണ്ട്. ഇനിയും നീതി കിട്ടിയിട്ടില്ലേ, കഷ്ടം എന്ന് സീന പറയുന്നുണ്ട്. വന്ദനാദാസിന്റെ കാര്യമാണെന്ന് തോന്നുന്നു. അപ്പം സ്മിത പ്രവിത ഗുഡ് മോർണിംഗ് ഷീജ പറയുന്നുണ്ട്. ക്രിസ്റ്റീന ചോദിക്കുന്നവരുണ്ട്. ക്രിസ്റ്റീന അടുത്ത ദിവസങ്ങളിൽ സുഖമായി വേഗം ഭേദമായി വരും, ചെറിയൊരു ആരോഗ്യ പ്രശ്നം, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ പ്രജിൻ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ഷോയിൽ SKന്റെ ഒപ്പം ചേരും. ബാംഗ്ലൂരുവിൽ നിന്നാണ് മോർണിംഗ് ഷോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അവിടെ നിന്ന് ഒരു പശു വരണ്ടേ, സൂക്ഷിച്ചോ. ഓടാൻ തയ്യാറായി നിൽക്കാം അല്ലേ നമുക്ക്? അതെ, അപ്പം നമ്മള് അങ്ങനെ അതിമനോഹരമായിരുന്ന ഒരു മോർണിംഗ് വാക്ക് ആയിരുന്നു അല്ലേ ഇത്? എനിക്കത് പുതിയ അനുഭവമായിരുന്നു, വനത്തിനകത്തെ മോർണിംഗ് വാക്ക്. അപ്പോൾ അത് പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഈ മോർണിംഗ് വാക്ക് ഇവിടെ പൂർത്തിയാക്കുകയാണ്.